സ്തുതിയായിരിക്കട്ടെ അച്ഛ. ഞാൻ അബുദാബിയിൽ നിന്നാണ് വരുന്നത്. ദൈവം എനിക്ക് തന്ന എല്ലാ നന്മകൾക്കും സാക്ഷി പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആദ്യമായിട്ട് 6 months ബിഫോർ ഞാൻ ഒരു ഫീവർ വന്ന് പാനഡോൾ കഴിച്ചിട്ട് ഇരുന്നപ്പോൾ ഭയങ്കര സീരിയസ് ആയി. പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് എന്നെ വന്ന് ICUവിൽ ഇട്ടു. ICUവിൽ ഇട്ടിട്ട് ഡോക്ടർ, ഒരു പാകിസ്ഥാനി ഡോക്ടർ വന്നു പറഞ്ഞു, ഇങ്ങനെ ബ്ലഡിൽ ബാക്ടീരിയ ഉണ്ട് അങ്ങനെയൊന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ICU എൻ്റെ ലൈഫിൽ ഉള്ളിലൊന്നും പോയിട്ടില്ല. ICUവിനകത്തുള്ളൊരു ICU, ഇറ്റ് വാസ് ഐസൊലേഷൻ വാർഡ്. സോ ഐ വാസ് സോ ഫ്രൈറ്റൻ. ആൻഡ് ഞാൻ ഓർത്തു പാകിസ്ഥാനി ഡോക്ടർ എങ്ങനെയാവോ അങ്ങനെ പേടിച്ച് ഇരുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒന്നും പേടിക്കേണ്ട, വി ആർ ഹിയർ, യു വിൽ ബി ഓൾ റൈറ്റ് അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ICUവിനകത്ത് ഒറ്റയ്ക്ക് അങ്ങനെ കിടക്കുമ്പോൾ ഭയങ്കര പേടി, വോമിറ്റിങ്, വെള്ളം കുടിക്കേണ്ടി വയറ്റിൽ നിന്ന് ഫുൾ വാട്ടർ, ലൈക്ക് ഗ്രീൻ കളറിൽ വാട്ടർ, അങ്ങനെ എല്ലാ വാട്ടറും ഡീഹൈഡ്രേറ്റായ ബോഡിയിൽ നിന്ന് വന്നു. ആൻഡ് ഓൾസോ ഡയറിയ. സോ ദേ വർ അബ്സർവിങ് ദാറ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ പോയ ഇവർ വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് പറയുമെന്ന് പറഞ്ഞു. ഞാൻ അവിടുത്തെ നേഴ്സിനോട് പറഞ്ഞു വോമിറ്റിംഗ് ഇല്ല അങ്ങനെ ഞാൻ കുറച്ച് നോണ പറഞ്ഞു. എന്നിട്ട് ICUവിൽ അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ കിടക്കുമ്പോൾ ഐ വാസ് പ്രേയിങ് ടു ഗോഡ്. ദിവ്യക്കാരനെ ഈശോയുടെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു, ഈശോയെ എന്നെ എങ്ങനെയെങ്കിലും ഈ ICUവിൽ നിന്ന് പുറത്ത് എനിക്ക് വരണം, എനിക്ക് പേടിയാകുന്ന, എന്നെ എങ്ങനെയെങ്കിലും ഹീൽ ചെയ്യണം. ഞാൻ എന്തെങ്കിലും തെറ്റ് അറിയാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തരണം പ്ലീസ് അങ്ങനെ പറഞ്ഞ് കുറേ ഒറ്റയ്ക്ക് ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഐ ഫെൽറ്റ് സംതിങ് ലൈക്ക് ചിൽ, അങ്ങനെ ഒരു കോൾഡായ ഒരു കാറ്റ് അങ്ങനെ എൻ്റെ തലയിൽ നിന്ന് അങ്ങനെ ബോഡിയിൽ അങ്ങനെ പോയ മാതിരി ഒരു ഫീലിംഗ് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓ ഐ എം ഹീൽഡ് ആൻഡ് ഐ വാസ് താങ്കിങ് ഗോഡ്. ആൻഡ് ആഫ്റ്റർ ദറ്റ് നെക്സ്റ്റ് ഡേ അവർ സ്കാനിങ് ഒക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് സ്കാൻ ചെയ്തിട്ട് അവർ പറഞ്ഞു, ഓക്കെ ഐ തിങ്ക് വേറെ വാർഡിൽ വേറെ ICUവിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. അടുത്ത ICUവിലേക്ക് മാറ്റി. അങ്ങനെ 2-3 days ഇരുന്നു. പക്ഷേ ദേ കുഡൻറ്റ് ഫൈൻഡ് എനിത്തിങ്. ദേ സെഡ് യു ആർ ഓൾ റൈറ്റ്, നത്തിങ് ടു വറി, യു ക്യാൻ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ വാർഡിൽ പോയി നോർമൽ ഫുഡൊക്കെ അങ്ങനെ ഒരു ട്രൈ ചെയ്തു. Then I was healed when I was in ICU itself. So I thank God for that. And my second witness, my daughter, Sherin Joshua, who is in Canada, അവൾക്ക് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി ഞാൻ ദിവ്യകാരനായ ഈശോയുടെ പ്രാർത്ഥിച്ചു. ദൈവം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അവൾ പാസ്സായി. അത് കഴിഞ്ഞോണ്ട് അവൾക്ക് ഒരു കാർ വാങ്ങാനും ദൈവം സഹായിച്ചു. അങ്ങനെ എൻ്റെ മകൾക്ക് അത് കിട്ടി. ദൈവത്തിന് നന്ദി. ആൻഡ് മൂന്നാമത്തെ സാക്ഷ്യം, മകളുടെ പാസ്പോർട്ട് എക്സ്പയറി ആകുന്ന സമയമായി. അതിൽ വന്ന് പഴയ അഡ്രസ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അബുദാബിയിലായതുകൊണ്ട് തമിഴ്നാട്ടിൽ വീട്ടിൽ പോലീസ് വന്ന് ചെക്ക് ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞ് അത് ഒരു ഭയങ്കര പേടിയായിരുന്നു. പോലീസിന്ന് പേര് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. ഈ എക്സഡസ് 33:14 ജീസസ് സെഡ് ദാറ്റ് ഐ വിൽ ഗോ വിത്ത് യു ആൻഡ് ഗിവ് യു വിക്ടറി. അപ്പോൾ ആ വചനത്തിന് ഞാൻ മുറുകെ പിടിച്ചിട്ട് എൻ്റെ ബ്രദറിനെയും വിളിച്ചിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തു. പോലീസ് ഓഫീസർ വാസ് സോ കൈൻഡ് ആൻഡ് ഹി സെഡ് നത്തിങ് ടു വറി, ഒന്നും നിങ്ങൾ പേടിക്കേണ്ട അങ്ങനെ പറഞ്ഞു. അതൊരു വലിയ ആശ്വാസമായി. അപ്പോൾ അവൾക്ക് പാസ്പോർട്ട് റിന്യൂ ആയി കൊറിയറിൽ വരുന്നത് എൻ്റെ മകൾ എനിക്ക് 3 days ago മെസ്സേജ് ചെയ്തു. ആൻഡ് ദ നെക്സ്റ്റ് വിറ്റ്നസ്, എൻ്റെ ചേച്ചിയുടെ സ്ഥലത്തിൻ്റെ ഡോക്യുമെൻ്റ് ലോസ് കാണാണ്ട് പോയി, ഒറിജിനൽ ഡോക്യുമെൻ്റ്. അതിന് വേണ്ടി ഷീ ആസ്ക്ഡ് അസ് ടു പ്രേ ഫോർ ഹെർ. അപ്പോൾ നമ്മൾ നിയോഗം എഴുതി വെച്ചു, പ്രാർത്ഥിച്ചു.
അത്ഭുതകരമായിട്ട് അവൾക്ക് ഡോക്യുമെൻ്റ് കിട്ടി. മിറക്കലായിട്ട് അത് കബോർഡിൽ തന്നെ എവിടെയോ എത്രയോ കൊല്ലം കാണാണ്ട് പോയത് കിട്ടി. അങ്ങനെ അത് തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. നെക്സ്റ്റ്, എൻ്റെ മകൾക്ക് അതേപോലെ ഒരു നല്ല ലൈഫ് പാർട്ട്ണറായിട്ട് ഞാൻ വേണമെന്ന് പ്രാർത്ഥിച്ചു. ദൈവം അതും കേട്ട് എൻ്റെ മകളെ സ്നേഹിക്കുന്ന ഒരു നല്ല മകന് അവൾക്ക് പാർട്ട്ണറായി തന്നു. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. നെക്സ്റ്റ്, മകളുടെ ഫ്രണ്ടിൻ്റെ ഒരു സഹോദരി ജർമ്മനിക്ക് വിസ കുറച്ച് ഡിലേ ആയി. അപ്പോൾ പ്രാർത്ഥിക്കാൻ സഹായം ആവശ്യപ്പെട്ടു. ഞാൻ നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. അവർക്ക് വിസ കിട്ടി, ജോലി കിട്ടി. ഫാമിലിയോട് അവർ ജർമ്മനിക്ക് പോയി. ആൻഡ് ഇനിയും കുറേ ഉണ്ട്, പറഞ്ഞ സമയം തികയില്ല. സോ ദൈവത്തിന് കോടാനക്കോടി നന്ദി. ആൻഡ് ഓൾസോ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച കാനാട്ടച്ഛനും ടീം അംഗങ്ങൾക്കും 1000 നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന.